സംഭവങ്ങളെ കൊണ്ട് നിറയപ്പെട്ടതായ ഓരോ ദിനവും കടന്നു പോകുമ്പോൾ വീണ്ടും ഈ മാസത്തിന്റെ അവസാന കർത്തൃദിനത്തിൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് തന്ന വലിയൊരു അവസരത്തിനായി परेशानियों भरा एक और सप्ताह हमारे जब बीच में से निकला, परमेश्वर ने इस महीने के आखिरी तक हमें संभाल के लाया, इसलिए भी हम परमेश्वर को धन्यवाद देते हैं। കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിരുന്നു. എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ വണ്ണം സ്വർഗം ഇത്രത്തോളം പരിപാലിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. पिछले दिनों परमेश्वर हमारे लिए विश्वास योग्य बना रहा और हमारी गिनती में हम में से किसी को भी परमेश्वर ने कम नहीं होने दिया, इसके लिए भी हम परमेश्वर को धन्यवाद देते हैं। ഈ പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വിശേഷ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. इस हमारी आराधना में सम्मिलित हुए सभी लोगों का और देश के और विदेशों के अनेक भागों से जो सम्मिलित हुए हैं इस ऑनलाइन सभा में, जो कनेक्ट हुए, उन सबको प्रभु यीशु मसीह के नाम से आपका अभिवादन करते हैं। COVID-19 എന്ന ഈ മഹാമാരി ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം कोविड-19 के समय में जब ये पूरा संसार उसके बीच में घिरा हुआ है, उस वक्त ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകളാണ് ഡൽഹിയിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. एक अच्छी खबर नहीं है जो इस दिल्ली प्रदेश से हमें सुनने को मिल रही है। വാർത്തകളിലൂടെ നാം വായിച്ചും കണ്ടും കാണും ഡൽഹിയിലെ മോർച്ചറികൾ ശവങ്ങളെ കൊണ്ട് നിറയുന്നു എന്നുള്ള വാർത്തയാണ് നമ്മെ കാണിക്കുന്നത്. जैसे हमने खबरों में और न्यूज वगैरह में सुना और देखा भी होगा कि जो दिल्ली की मोर्चरी है वो सारे शवों से भर गया है। എങ്കിലും ദൈവത്തിന്റെ പരിപാലനം നമ്മോട് കൂടെയുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. लेकिन परमेश्वर की वो जो पद्धति हमारे साथ है, उस बात को याद करते हुए परमेश्वर को धन्यवाद देते हैं। അല്പസമയത്ത് ധ്യാനത്തിന് വേണ്ടി മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. कुछ देर के मनन के लिए हम निकालेंगे मत्ती रचित सुसमाचार उसका 28वां अध्याय और 18, 19 और 20वां वचन। Matthew chapter 28 verse 18 to 20. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ധാരണം ചെയ്തു. हिंदी में पढ़िए. यीशु ने उनके पास आकर कहा, स्वर्ग और पृथ्वी का सारा अधिकार मुझे दिया गया है, इसलिए तुम जाओ, सब जातियों के लोगों को चेला बनाओ और उन्हें पिता पुत्र और पवित्र आत्मा के नाम से बपतिस्मा दो और उन्हें सब बातें जो मैंने तुम्हें आज्ञा दी है मानना सिखाओ, और देखो मैं जगत के अंत तक सदा तुम्हारे संग हूँ. അനുഗ്രഹീതമായ വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായി നാം എടുത്തിരിക്കുന്നത്. काफी एक परिचित एक भाग है जो आज हमने अपने मनन के लिए निकाला है. അനേക പ്രസംഗങ്ങൾ ഈ ഭാഗത്ത് നാം കേട്ടിട്ടുണ്ട്. അതിലെ പല സന്ദർഭങ്ങളിലും നമ്മുടെ സഹോദരങ്ങൾ ദേവദാസന്മാർ ഈ ഭാഗത്ത് നിന്ന് ശുശ്രൂഷിക്കുന്ന നാം കണ്ടിട്ടുണ്ട്. और कई बार हमने हमारे बीच में से भाइयों को और परमेश्वर के अनेक दासों को इस भाग से वचन की मनादी करते हुए सुना है. എന്നെ ചിന്തിപ്പിച്ച ചില വേദഭാഗങ്ങൾ ചില ചിന്തകൾ നിങ്ങളുടെ മുൻപാകെ വെച്ച് നിർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. कुछ बातों को इस भाग से मैं आपके सामने लेके बताना चाहूंगा. അരിമനാഥനായ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ 3.5 വർഷ കാലഘട്ടം ശിഷ്യന്മാർക്ക് താങ്ങും തണലുമായി കൂടെയിരുന്നു. परमेश्वर प्रभु यीशु मसीह ने अपने उस सुसमाचार के काल में लगभग 3.5 साल जो है वो शिष्यों के साथ उनके ढाल बन के उनके संग और साथ रहा. ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നു എന്നുള്ളത് അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. और परमेश्वर के आश्चर्य कर्मों के समय में शिष्यों का उनके साथ रहना उनके उस अनुभव को और अधिक मजबूती देने के लिए था. കാനാവിലെ കല്യാണം വീട്ടിൽ വീഞ്ഞു പോരാതെ വന്നപ്പോൾ അത്ഭുതം പ്രവർത്തിച്ചതും കടലിന്റെ മീതെ നടന്നതും കാറ്റിനെയും കടലിനെയും ശാസിച്ചതും എല്ലാം ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. काना में जो उस परमेश्वर ने आश्चर्य कर्म को किया, उस समुद्र में उस आंधी तूफान को शांत किया, वो सारा कुछ शिष्यों ने देखा और वो इस वजह से था ताकि उनका विश्वास और अधिक परमेश्वर प्रभु यीशु मसीह पे बढ़े और मजबूत हो. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു ഉപദേശം കൊണ്ട് മാത്രം അവരെ ബലപ്പെടുത്തുകയല്ല എന്ന് മറിച്ച് അവരെ കൂടെ കൊണ്ടു നടന്ന് അത്ഭുതങ്ങൾ
ചെയ്യുന്നത് മീൻസ് അതിലെ മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, രോഗികളെ സൗഖ്യമാക്കുന്നത്, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയത്, ഭൂതങ്ങളെ പുറത്താക്കിയത്, ഇതെല്ലാം അവരുടെ വിശ്വാസം ക്രിസ്തുവിൽ തന്റെ കാലശേഷവും നിലനിൽക്കേണ്ടതിന് വേണ്ടിയായി. प्रभु यीशु मसीह ने अपने उपदेशों से न केवल उनको उनके विश्वास को मजबूत किया, लेकिन अपने आश्चर्य कर्मों के द्वारा, चाहे वो किसी को मृत्यु से जिलाया हो या फिर रोगी को चंगा किया, हर एक प्रकार के जो आश्चर्य कर्म प्रभु यीशु मसीह ने किए उनके विश्वास के मजबूती के लिए. എന്നാൽ താൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം അവരോട് അന്തിമമായി കൊടുക്കുന്ന വലിയ ഉപദേശമാണ്, വലിയ ഉറപ്പാണ്, വലിയ ധൈര്യമാണ് നാം ഈ വാക്യത്തിൽ വായിക്കാൻ തക്കുന്നവിടെയാണ്. जी उठने के बाद प्रभु यीशु मसीह ने उनके बीच आकर इन बातों को, जो बातें उन्हें बताई, इस भाग में हम देख सकते हैं वो उनके विश्वास के लिए और अधिक बढ़ोतरी के लिए था. അവരോട് ഓർപ്പിക്കുവാനിടയായിത്തീരുന്ന വിഷയത്തിലാണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം എനിക്ക് കീഴ്പ്പെട്ടതുപോലെ സ്വർഗവും എന്റെ അധീനതയിലാണ്. ആ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കുള്ളതാണ്. और जिस प्रकार उन्होंने बताया कि आश्चर्य कर्मों को जब मैंने किया, वो सारी बातें जैसे मेरे अधीन थी, वैसे ही स्वर्ग और पृथ्वी की सारी बातें, वो सारी बातें जो है वो मेरे ही अधीन है. ഒരിക്കലും യേശു കർത്താവ് പത്രോസിനോട് പറയുവാൻ വിചാരിക്കുന്നത്, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അയക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കുമെന്ന്. जिस प्रकार पत्रस से प्रभु यीशु मसीह ने कहा कि जो कुछ तुम पृथ्वी पर बांधोगे वो स्वर्ग पर बंधेगा, और जो कुछ तुम पृथ्वी पर खोलोगे वो स्वर्ग पर भी खुलेगा. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എനിക്ക് എന്തെല്ലാം അധികാരമുണ്ടോ അതുപോലെ തന്നെ ഭൂമിയിലും സകല അധികാരം എനിക്കുള്ളതാണ്. जैसे स्वर्ग में सारा अधिकार प्रभु यीशु मसीह को, वैसे ही पृथ्वी पे भी सारा अधिकार प्रभु यीशु मसीह को दिया गया है. അതുകൊണ്ട് താൽക്കാലികമായി കുറച്ച് നാള് ഞാൻ നിങ്ങളോട് കൂടെ ഇല്ല എങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട, ഞാൻ ഇങ്ങനെ ഉറപ്പ് തരികയാണ്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. वही विश्वास का परमेश्वर ने उनको दिया कि चाहे मैं कुछ समय के लिए तुम्हारे बीच में ना रहूं, लेकिन जगत के अंत तक और हमेशा तक मैं तुम्हारे साथ रहूंगा. എന്ന് പറഞ്ഞാൽ ദൈവിക സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് എല്ലാ സമയത്തും കർത്താവിനോട് കൂടെ നടക്കുവാനുള്ള പെർമിഷനാണ് കർത്താവ് കൊടുക്കുന്നത്. और इसका मतलब यह है कि परमेश्वर के सानिध्य में, उसके उस आत्मिक संगति में चलने के लिए, उसके साथ उठने बैठने के लिए अधिकार परमेश्वर ने दिया है. നിന്റെ ജീവിത യാത്രയുടെ ഏത് സാഹചര്യത്തിലും ഏത് കാലഘട്ടത്തിലും കൂടെ കൂട്ടുവാൻ കൊള്ളാകുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. और परमेश्वर के हमारे जीवन के किसी भी परिस्थिति में एक ही यदि हमारे पास कोई व्यक्ति है हमारे सहारे के लिए, तो सिर्फ परमेश्वर है. അതുകൊണ്ട് ഒരു അധികാരികളുടെ കയ്യിൽ നിന്ന് അധികാരപത്രം ലഭിക്കുന്നത് പോലെ കർത്താവ് ഉറപ്പ് ശിഷ്യന്മാർക്ക് കൊടുത്തു. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ കർത്താവിന്റെ വചനം പ്രമാണിക്കുന്ന എല്ലാവർക്കും ആ ഉറപ്പ് കൊടുക്കുകയാണ്, I am with you. और वो अधिकार पत्र इस प्रकार जैसे अधिकारियों से लेकर हमें दिया, उसी प्रकार से परमेश्वर का वो वायदा या वचन हमारे साथ है कि मैं हमेशा तुम्हारे साथ हूँ. ഇത് കർത്താവ് പുതിയ നിയമത്തിൽ മാത്രം പറഞ്ഞ കാര്യമല്ല, പഴയ നിയമത്തിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയും ദൈവം തന്നോടുകൂടെ നിൽക്കുവാൻ, അല്ലെങ്കിൽ തന്നെ മാത്രം സേവിക്കുവാൻ ആഗ്രഹിച്ചതായ ഭക്തന്മാരോട് പറയുന്നുണ്ട്, എന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട്. और सिर्फ नए नियम में ही नहीं, हम पुराने नियम में भी देख सकते हैं परमेश्वर जिस प्रकार अपने भक्तों से जो उनके साथ रहना चाहते हैं, उनसे इस प्रकार का एक वायदा देते हैं कि मैं तुम्हारे संग रहूंगा, मैं तुम्हारे साथ हूँ. ചിന്തിക്കാം, എന്തിനാണ് കർത്താവ് തന്റെ സാന്നിധ്യം നമ്മോട് കൂടെ അയക്കാമെന്ന് ഓർപ്പിക്കുന്നത്? उस बात को हम देखेंगे कि क्यों परमेश्वर अपने उस सहायता को हमारे लिए भेज रहा है या भेजता है. വായിക്കാം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിന്റെ 15 വാക്യം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 28 വേഴ്സ് 15 हम पढ़ेंगे. उत्पत्ति 28 उसका 15. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. मैं तेरे संग रहूँगा और जहाँ कहीं तू जाए वहाँ तेरी रक्षा करूँगा और तुझे इस देश में लौटा ले आऊँगा. मैं अपने कहे हुए को जब तक पूरा न कर लूँ तब तक तुझको न छोड़ूंगा. സകലതും നഷ്ടപ്പെട്ട് സകലകാലം ഒറ്റപ്പെട്ട് ആശ്വാസമായിരുന്ന മാതാവും അനുഗ്രഹിച്ച പിതാവും ആശ്രയമായിരുന്ന ജ്യേഷ്ഠനും ഇല്ലാത്തൊരു യാത്ര യാക്കോബ് ചെയ്യുകയാണ്. सब जगहों से अकेला, माँ जो आश्वासन का कारण थी, आशीष दिया हुआ पिता, भाई जिसका उसे आसरा था, इन सब के बिना याकूब को एक यात्रा में हम निकलते हुए पाते हैं. എന്റെ പിതാവും എന്റെ മാതാവും എനിക്ക് ആശ്വാസമായിരുന്ന സഹോദരന് കൂടെ ഇല്ലല്ലോ, മറ്റാരും എന്നെ സഹായിക്കാനില്ല എന്നുള്ള ചിന്തയോടെ
സമയത്താണ് ദൈവം അവനോട് സംസാരിക്കുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. जब उसके माता पिता और भाई जब उसकी उस यात्रा में उसके साथ नहीं है, उसके संग नहीं है, तब परमेश्वर का ये वचन उसके पास आता है कि मैं तेरे संग हूँ। ദൈവജനമേ, പലപ്പോഴും നമ്മുടെ ചിന്താഗതി അത് തന്നെയാണ്. ആരും എനിക്ക് സഹായമായില്ല, ആരും എന്നെ ആശ്വസിപ്പിക്കുവാനില്ല, ആരും എനിക്കൊരു അനുഗ്രഹം തരുവാനില്ല, ഞാൻ ഇങ്ങനെ എത്ര നാൾ മുൻപോട്ട് പോകും. और यही बात हमारे मनों में भी कई बार आती है कि कोई भी मेरे लिए मुझे सांत्वना देने के लिए नहीं है, कोई भी मुझसे बात करने के लिए नहीं है, और इस प्रकार से हम आगे जाते हैं। ഇന്ന് പകൽ ഒരു പ്രസംഗം കേൾക്കുവാൻ, അല്ലെങ്കിൽ നാം വായിച്ചിട്ടുള്ള, നാം ചിന്തിച്ചിട്ടുള്ള, പ്രസംഗം കേട്ടിട്ടുള്ള ഒരു ഭാഗം ഒന്നുകൂടി ഉറപ്പിക്കുവാനല്ല, മറിച്ച് ഇതൊന്നുകൂടെ ശക്തമായി വെളിപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. आज की सुबह इस प्रचार को सुनने के लिए नहीं इस भाग से, जिसे हम कई बार सुन चुके, उसे याद दिलाने के लिए नहीं, बल्कि शक्ति के साथ इस बात के प्रकाशन के लिए है कि परमेश्वर हमारे संग है। കേൾക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമായി മാത്രം ഇതിനെ കാണാതെ അനുഭവിക്കുവാൻ കൊള്ളാകുന്ന വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ജീവിതമെന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകണം. सिर्फ सुनने के लिए इस बात को नहीं हमें समझना है, लेकिन उस बात को अनुभव करते हुए और उसे आगे बढ़ने के लिए हमें एक निर्णय लेना है। ദൈവമാണത് അരുളി ചെയ്തതെങ്കിൽ നീ ഭയപ്പെടുന്നതൊന്നും നിനക്ക് ഭവിക്കുകയില്ല. यदि परमेश्वर ने इस बात को कहा है तो कोई भी बात तुम्हारे विरुद्ध नहीं होगी। യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം അരുളി ചെയ്തത് ഇപ്രകാരമാണ്, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും, നിന്റെ ജീവകാലത്ത് ഒരിക്കലും നിന്റെ നേരെ നിൽക്കുകയില്ല. यहोशू 1:5 में जैसे परमेश्वर कहता है, जैसे मैं मूसा के संग रहा वैसे ही तेरे संग रहूंगा और न तुझे छोड़ूंगा और जीवन भर तेरे साथ न कोई न ठहर सकेगा। എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവ് നമ്മോട് വാഗ്ദത്തം ചെയ്യുകയാണ്, അത് ദൈവമായ യഹോവ അരുളി ചെയ്യുകയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്ന് ഏതെല്ലാം നിലയിലുള്ള പ്രവൃത്തിയാണോ ചെയ്തത് അത് നിന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. परमेश्वर यहाँ पे इस बात की घोषणा करता है कि जैसे मैं मूसा के संग रहकर उससे आश्चर्य कर्मों को कराया, वही कार्य तेरे जीवन से भी कराना चाहता हूँ। കർത്താവ്, അതിന് എനിക്ക് കഴിവില്ല, വിദ്യാഭ്യാസമില്ല, ഞാൻ തടിച്ച നാമുള്ളവനാണ്, ഞാൻ വിക്കനാണ്, ഞാൻ നല്ല കുടുംബത്തിലല്ല ജനിച്ചത്, എനിക്ക് അതനുസരിച്ചുള്ള വിദ്യാഭ്യാസമില്ല, ഇതൊന്നും ഒരു എക്സ്ക്യൂസസ് അല്ല നമ്മുടെ ദൈവത്തിന് മുമ്പിലെന്ന് ഇന്ന് പകൽ നാം ഓർക്കുക. आज सुबह हमें इस बात को समझना होगा कि जिस प्रकार उसने अनेक उस कारणों को दिया कि मैं इस योग्य नहीं, मैं हकला हूँ, मैं बोल नहीं सकता, मैं लोगों के सामने नहीं जा सकता, ये सारी बातें परमेश्वर हमें नहीं देखता है। ഇന്ന് പകൽ ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. और परमेश्वर आज सुबह हानोक की तरह उसके संग और साथ चलने वाले एक मनुष्य को परमेश्वर देखता है। എന്റെ കർത്താവിന് വേണ്ടി സമയം വേർതിരിക്കുന്ന ദൈവമക്കളെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. परमेश्वर के लिए अपने समय को निकालने वाले उन परमेश्वर के भक्तों को प्रभु देखता है। ദൈവജനമേ, കാലഘട്ടം മുൻപോട്ട് പോകുന്തോറും സുഖകരമല്ലാത്ത വാർത്തകളാണ് നമ്മുടെ കാതുകളിൽ ഓരോ ദിവസവും എത്തുന്നതെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. जैसे ऐसे दिन बीतते जा रहे हैं और हमें इस बात को समझना होगा कि आने वाले समय में कोई अच्छी खबरें हमें नहीं सुनने को मिलेगी। ലോകത്തിലെ മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് COVID-19 ഈ ബാധ ഒന്ന് മാറിയെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ആഗ്രഹിച്ചു പോകുന്ന എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്ത എന്താണെന്ന് അറിയാമോ? और यहाँ पे जो मेडिकल साइंस के लोग इस प्रकार से कहते हैं कि कोविड-19 यदि हमारे सामने से चले जाए, इस प्रकार की खबर क्या है आप जानना चाहते हैं? അവരിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, വലിയ ഒരു മഞ്ഞുമലയുടെ ഒരു അരികിൽ നിന്ന് ഉരുകുന്നതാണ് COVID-19 എന്ന്. एक बहुत बड़े ओस या फिर एक बहुत बड़े बादल का एक छोटा सा एक टुकड़ा है जो कोविड-19 जो हम देख सकते हैं। യുഎസിന്റെ സയന്റിസ്റ്റ് ആയിരിക്കുന്ന മൈക്കൽ ഗരാൻ പറയുന്നത്, മറ്റൊരു വൈറസ് കൂടെ അധികം താമസമില്ലാതെ പുറപ്പെടാൻ പോകുന്നു. രണ്ടുപേർക്ക് രോഗം ബാധിച്ചാൽ നിശ്ചയമായും ഒരാൾ മരിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ലോക ജനസംഖ്യയുടെ പകുതിയോളം ഈ വൈറസിനാൽ മാറ്റപ്പെടുവാൻ പോകുന്നുവെന്ന്. यूएस मेडिकल साइंस के माइकल इस प्रकार कहते हैं कि एक और बहुत बड़ी महामारी आ रही है, यदि वो 2 लोगों को अगर वो महामारी लगती है तो उसमें से एक का मृत्यु निश्चित है और लगभग आधी जनसंख्या इस पृथ्वी से उस महामारी का शिकार होगी। എന്ന് പറഞ്ഞാൽ നാം ഹോശേയ പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ വ്യക്തിത്വങ്ങളെ ശേഷിപ്പിക്കുന്നു, വ്യക്തികളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കൊറോണ വൈറസിൽ നിന്ന് രക്ഷപ്പെട്ട് മുൻപോട്ട് ചെല്ലുമ്പോൾ ഇത് അടുത്തത് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നാം വിശുദ്ധിയോടെ ജീവിച്ചോ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ നാം എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക.
इस प्रकार होशे में लिखा हुआ है कि और ये जो महामारी जो हमारे लिए जो कोविड है, इसके जाने के बाद एक महामारी और तैयार है जो हमारे को और नाश करेगी। उसके लिए हमें प्रार्थना के साथ तैयार रहना है। ഈ ഭൂമിയിൽ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ് ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് എത്രയെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ കൊറോണയെ അടുത്താൽ നാം ഭയപ്പെടേണ്ട. നമുക്കൊരു നിത്യത സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. हमारी आयु इस पृथ्वी पे कितनी हम नहीं जानते। यदि हमारे उस कोरोना के द्वारा मृत्यु भी होती है तो एक आयु या फिर एक और जीवन परमेश्वर ने स्वर्ग में हमारे लिए रखा है। പാപമംഗലമായ ഭൂമിയിൽ സാത്താന്റെ അധികാരമുള്ള ഈ ഭൂമിയിൽ ഹല്ലേലൂയ നമ്മുടെ ജീവൻ നിഷേധിക്കപ്പെട്ടാൽ ഞാൻ നിങ്ങൾ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. അവർക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത രോഗത്തിനോ കണ്ണുനീരിനോ മുറവിളിക്കോ ദുഃഖത്തിനോ അല്ലെങ്കിൽ മരണത്തിനോ കടന്നു വരുവാൻ കഴിയാത്ത ഒരു സ്വർഗം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. इस पृथ्वी पे ये शरीर नाश भी हो जाए तो हमें भयभीत नहीं होना है, हमें घबराना नहीं है, क्योंकि एक नित्य अनंत का जीवन हमारे लिए स्वर्ग में रखा हुआ है, जहाँ पे ना तो कोई बीमारी, ना कोई आंसू, ना कोई दुख या मुसीबत उस जगह पे है। Gospel of John chapter 14 verse 18. യോഗനാനിന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. यूहन्ना 14 उसका 18। मैं तुम्हें अनाथ नहीं छोड़ूंगा, मैं तुम्हारे पास आता हूँ। ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഇത് കർത്താവ് പറയുകയാണ്, I will not leave you never. और यहाँ पे इस प्रकार कहता है कि मैं तुम्हें कभी ना छोड़ूंगा। ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പെന്തിക്കോസ്തുകാരോട് കൂടെയല്ല, കുറ്റം പറഞ്ഞ് നടക്കുന്നവരോട് കൂടെയല്ല, കള്ളച്ചരിത്രം ചെയ്യുന്നവരോട് കൂടെയല്ല, മറിച്ചോ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തെ സേവിക്കുന്നവരോട് കൂടെ ദൈവമുണ്ടെന്നാണ് ഇന്ന് പലർക്കും ഓർപ്പിക്കുന്നത്. वो वचन हमें यहाँ पे सिखाता है वो पेंतिकोस्त लोगों के साथ नहीं, या फिर जो झूठ बोल रहे हैं या फिर गलत रास्तों में चल रहे हैं उनके साथ नहीं, लेकिन जो परमेश्वर का भय मानते हैं परमेश्वर उनके संग रहता है। ഈ നാളുകളിൽ നവമാധ്യമങ്ങളിലൂടെ അനാവശ്യമായ ഒരുപാട് സന്ദേശങ്ങൾ നമ്മുടെ ഇടയിൽ പരക്കുന്നുണ്ട്. और इन दिनों कुछ गलत बातें हम लोगों के बीच में फैल रही है। ഇപ്പോൾ സൂം ആരാധന വീടുകളിൽ ഇരുന്ന ദൈവത്തെ ആരാധിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അതാണ് പൂർവികന്മാർ ചെയ്തതെന്നുള്ള തെറ്റായ ധാരണകൾ ജനത്തിനിടയിൽ പരക്കുന്നുണ്ട്. और गलत बातों को लोगों तक पहुंचाया जा रहा है कि इस प्रकार के जूम मीटिंग जो है वो सबसे सही आराधना है, लोगों को घर पे बैठ के ही आराधना करना चाहिए। നമുക്കറിയാം നമ്മുടെ അരിമനാഥനായ ക്രിസ്തു യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്നെ കൂടി വന്ന ജനത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കാത്തിരിപ്പാൻ തക്കവണ്ണം ഓർപ്പിച്ചു. के स्वर्गारोहण के समय एकत्रित लोगों से इस प्रकार कहते हैं कि प्रार्थना करते रहो कि जिन वायदों को जो मेरे पिता के हैं मुझसे सुना है उनकी बाट जोते रहो। ജനം അവിടെ കാത്തിരുന്നു. നമുക്കറിയാം മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ, യേശുവിന്റെ അമ്മയായ മറിയം അടക്കം 120 പേർ അവിടെ കൂടി വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ വീടുകളിൽ പോയി കുത്തിയിരുന്നല്ല അർത്ഥം, മറിച്ചോ ഒരു ഹോളിൽ അവരൊരുമിച്ച് കൂടി എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് അർത്ഥം. और नए नियम में हम देख सकते हैं लगभग 120 लोग, मरियम को मिला के 120 लोग अपने अपने घरों में नहीं लेकिन एक कमरे में एकत्रित होकर परमेश्वर की आराधना करने के लिए वो इकट्ठा हुए। ആ വാക്യങ്ങൾ കേട്ട് തെറ്റായി പ്രസംഗിക്കുന്ന വ്യാഖ്യാനിക്കുന്ന ചിലരെ നമുക്ക് ഈ നാളുകളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവജനം ഹല്ലേലൂയ അങ്ങനെയുള്ള മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുക, വായിക്കുവാൻ താല്പര്യപ്പെടാതിരിക്കുക. ഹല്ലേലൂയ. ദൈവം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് ഞാൻ ഇത്തരത്തിൽ ഓർപ്പിക്കട്ടെ. और इसी वचनों को लेकर कुछ लोग गलत बातों को और गलत मैसेजेस को लोगों को बताते हैं या फिर संदेश पहुंचाते हैं, उस बात पे ध्यान ना दें, उसे डिलीट करें और परमेश्वर के वचन की ओर ध्यान लगाएं। ഇവിടെ ദൈവം യാക്കോബിനോട് അരുളി ചെയ്തതായ ഭാഗമാണെന്ന് വായിച്ചത് ഉൽപ്പത്തി 28-ന്റെ 15-ാമത്തെ വാക്യം. എന്തിനാണ് കർത്താവിടെ തന്റെ സാന്നിധ്യം കൂടെ പോരുമെന്ന് ഓർപ്പിച്ചത്? बातें परमेश्वर ने याकूब को बताई वो हम यहाँ पे उत्पत्ति 28 उसके 15 में देख सकते हैं कि जहाँ कहीं तू जाएगा वहां मैं तेरे संग रहूंगा या मैं तेरे साथ चलता रहूंगा। ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോബിനോട് ദൈവം പറയുകയാണ്, നിന്റെ ഈ യാത്രയിൽ നിന്നെ ജനിപ്പിച്ച പിതാവും നിന്നെ സ്നേഹിച്ച മാതാവും ആശ്വാസമായിരുന്ന സഹോദരനും ഇപ്പോൾ നിന്നോട് കൂടെ ഇല്ല, മറിച്ചോ ഏത് രാത്രിയിലും പകലിലും ഏത് സാഹചര്യത്തിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. परमेश्वर यहाँ पर याकूब से इस प्रकार कहते हैं कि माता जिसने जन्म दिया, पिता और भाई जो उसका सहारा था, अगर वो साथ नहीं भी है तो भी जगह किसी भी अवस्था में क्यों ना हो परमेश्वर उसके संग रहेगा। ഈ കാലഘട്ടത്തിലും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രോബ്ലമാണ് ഇനി എന്റെ മാതാവിനെ, എന്റെ പിതാവിനെ, എന്റെ സഹോദരങ്ങളെ എനിക്ക് ജീവനോടെ കാണുവാൻ കഴിയുമോ? ആ ആശ പോയ പലരെയും നമുക്ക് ഈ നാളുകളിൽ കാണുവാൻ കഴിയുന്നു.
और इन दिनों हम ऐसे कई व्यक्तियों को देख सकते हैं हमारे बीच में जो इस प्रकार की चिंता से घिरे कि क्या मैं इस बीमारी के बाद अपने माता या अपने पिता या अपने भाइयों को देख पाऊंगा या नहीं। ഞങ്ങൾ തന്നെയാണ് ഓർപ്പിച്ചത്. ഒരുപക്ഷെ ഇങ്ങനെ ഈ ഭൂമുഖത്ത് വെച്ച് നമുക്കൊരു കൂടിക്കാഴ്ച, ഒരു കണ്ടുമുട്ടലില്ല എങ്കിലും നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾ പ്രാപിക്കുക. यदि इस पृथ्वी पर अभी हम एक दूसरे को शायद देख भी ना देख पाए हों, लेकिन एक समय और ये एक स्थान ऐसा आएगा जहाँ पे हम एक दूसरे को देखेंगे और एक दूसरे से मिलेंगे। യാക്കോബിന് കൊടുക്കുന്ന ഉറപ്പ് നാം ഒന്ന് നോക്കിക്കേ. ഇവിടെ കാണുന്നത് നിന്നോട് കൂടെ ഇരിക്കുവാനാണ്. और यहाँ पे आपको कुछ दिया हुआ उस वचन को हम देख सकते हैं, तेरे संग रहने के लिए या रहूंगा। രണ്ടാമത് ഓർപ്പിക്കുന്നു, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാക്കണം. और दूसरी बात हम यहाँ देख सकते हैं, जहां कहीं तू जाए वो तेरी रक्षा करूंगा। നിന്നോട് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ മടക്കി വരുത്തണം സേഫായിട്ട്. और जिस प्रकार मैंने वादा दिया उस प्रकार तुझे वापस भी इस देश में लौटा के लेके आना है। നാലാമത്തെ ഭാഗത്തോട് കാണുവാൻ കഴിയുന്നത്, ഹല്ലേലൂയ, നിന്നോട് അരുളി ചെയ്തിട്ടുള്ളതുപോലെ കാര്യങ്ങൾ നിനക്ക് വേണ്ടി നിവർത്തിക്കണം. और चौथे भाग में इस प्रकार लिखा, जैसा तुझे वादा दिया या वचन दिया है उस प्रकार उन कार्यों को पूरा करना है। ഒരു ചെറിയ വാക്യമാണെങ്കിലും 4 പ്രധാന കാര്യങ്ങൾ അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. भले ही एक छोटा वचन हो लेकिन उसमें 4 बातें हम वहां पे हम साफ तौर पे देख सकते हैं। ദൈവജനമേ, ഈ നാളിൽ നിന്റെ സാനിറ്റൈസറും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസും നിന്നെ സൂക്ഷിച്ചില്ലേ, കൂടെ ഇരുന്ന് സൂക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. हो सकता है इन दिनों सैनिटाइजर, मास्क या फिर सोशल डिस्टेंसिंग आपको ना बचा पाए, लेकिन हमेशा संग रहने वाला एक परमेश्वर आपको बचाए रखता है। ഹല്ലേലൂയ, നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാക്കുമെന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ അകത്തെ കാരാഗൃഹത്തിൽ പത്രോസിനെ കൊല്ലുവാൻ തക്കവണ്ണം അടച്ചിട്ടിട്ടും അവിടെ നിന്ന് സേഫായി പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം ഇന്ന് നമുക്കോട് ജീവിക്കുന്നുണ്ട്. हमारे संग साथ रहूंगा, हमेशा साथ रहूंगा कहने वाला परमेश्वर, वो परमेश्वर जिसने पतरस को उस कारागृह से सही सलामत और सही रीति से वापस बाहर लेके आने वाला एक परमेश्वर हमारे साथ है। അതുകൊണ്ട് ദിവസങ്ങളിലോ ഭാരപ്പെടുവാനോ ഭയപ്പെടുവാനോ അല്ല, ഹല്ലേലൂയ, നമ്മോട് ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. इन दिनों भयभीत होने के लिए जिस वायदे को परमेश्वर ने दिया उसे पूरा करने के लिए परमेश्वर इच्छा रखता है, इसलिए कहा कि मैं तेरे संग हूँ। ഇന്ന് പകൽ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ സമയങ്ങൾ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് ദൈവത്തോട് പറയണം, കർത്താവേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരണം. जैसा परमेश्वर ने हमें समय दिया है, जो भी समय हमें परमेश्वर ने दिया उसमें कहें कि मैं परमेश्वर तो आपके साथ संबंध रखता हूँ। കർത്താവിന്റെ മുൻപിൽ നിൽക്കുവാൻ നമ്മുടെ ഒരു ശത്രുവിന് സാധ്യമല്ല, ഒരു വൈറസിന് സാധ്യമല്ലെന്ന് ഇന്ന് പകൽ നാം മനസ്സിലാക്കുക. आज सुबह हमें समझना होगा कि हमारे परमेश्वर के सामने खड़े होने की ताकत किसी शत्रु में या फिर किसी वायरस में नहीं है। Praise the Lord. വായിക്കും നമുക്ക് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. Book of Exodus chapter 33 verse 14. निर्गमन 33 उसका 14वां वचन। यहोवा ने कहा, मैं आप तेरे साथ चलूंगा और तुझे विश्राम दूंगा। മോശയോട് നമ്മുടെ ദൈവമായ യഹോവ അരുളിച്ചെന്ന ഒരു ഭാഗമുള്ള വായിച്ചത്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. और मूसा से इस प्रकार का एक वायदा परमेश्वर ने दिया है कि जहां कभी तू जाएगा मैं तेरे संग रहूंगा। ലോകാവസ്ഥത്തോളം എല്ലാവരും കൂടെ ഇരിക്കുന്നതിന്റെ രണ്ടാമത്തെ ഉദ്ദേശമാണ് പറയുന്നത്, എനിക്ക് നിനക്ക് സ്വസ്ഥത തരുവാൻ. और दूसरी बात जो परमेश्वर में यहाँ पे बताता है, सिखाता है मुझे और आपको विश्राम देने के लिए। നമുക്കൊരു സ്വസ്ഥതയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നാം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ കൊറോണ വൈറസിനെ പിടിച്ച് വീട്ടിലിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഇടക്കിടക്ക് ഭൂമിയെ കുലുക്കുന്നുണ്ട്. और इस कोरोना वायरस के बीच में जब हम विश्राम नहीं पा रहे, उसी के बीच में हम देख सकते हैं कि परमेश्वर कभी कभी भूकंप भी लेके आ रहा है। ഇപ്പോൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ തോന്നല പിന്നെ കുലുങ്ങുന്നുണ്ടോന്ന്. और अभी नहीं, कभी कभी ऐसा भी लगता है कि क्या अभी भी भूकंप आ रहा है। എന്ന് പറഞ്ഞാൽ സമാധാനമായി ആഹാരം കഴിക്കുവാനും സമാധാനമായി കിടന്നുറങ്ങുവാനും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. यानी का तात्पर्य एक ऐसे समय में यार एक ऐसे एक परिस्थिति में पहुंच गए जहाँ पे हम अच्छे से खाना या फिर रह भी नहीं पा रहे हैं। എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, നാം എത്ര നമ്മെ സൂക്ഷിച്ചാലും ഒരു പ്രയോജനമില്ല. വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, യഹോവ വീട് പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു.
कहने का तात्पर्य हमारी कोशिशें व्यर्थ है, जिस प्रकार वचन कहता है यदि परमेश्वर घर को ना बनाए तो बनाने वाले का परिश्रम जो व्यर्थ है, या फिर परमेश्वर किसी को ना रक्षा करे तो उसका परिश्रम व्यर्थ है। നീ നന്ന താമസിച്ച് കിടക്കുന്നതും അതിരാവിലെ എഴുന്നേൽക്കുന്നതും വ്യർത്ഥമാ. നാം എന്തൊക്കെ നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ സംരക്ഷണയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് വ്യർത്ഥമെന്നോ ഇന്ന് പകൽ മറന്നു പോകരുത്. आज सुबह में कब नहीं भूलना इस बात को कि जो कुछ भी हम परिश्रम कर ले अपने आप को बचाने के लिए या फिर सुरक्षित रखने के लिए, सब व्यर्थ है। ദൈവജനം ഈ ദിവസങ്ങളിൽ ലഭിച്ചിട്ടുള്ള ഈ ആയുസ് എത്ര? ഹല്ലേലൂയ, 100 വയസ്സ് വരെ ജീവിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ യോഹന്നാനെ പോലെ തിളച്ച എണ്ണയിട്ടാലും പത്മോസിൽ നാടകടിയാലും സുരക്ഷിതമായി ദൈവം മടക്കി വരുത്തും. हमारी आयु कितनी हो सकता है? परमेश्वर हमें 100 वर्ष दिया, लेकिन परमेश्वर जिसने वायदा किया उसे पूरा भी करता है। जैसा उसने यूहन्ना को जिसके ऊपर उबलता हुआ तेज छिड़का गया पतमोस टापू से बाहर निकाला, लेकिन फिर भी उसे सुरक्षित स्थान पर पहुंचाया। അല്ല, ഇന്നത്തെ കൊണ്ട് നമ്മുടെ ജീവിതം തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു വിശ്രാമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. और इसके पलट यदि आज हमारी मृत्यु होना लिखा है तो उस विश्राम वाले स्थान पे एक आनंद के साथ और एक खुशी के साथ वहां तक जाएं। ഭയപ്പെടുവാൻ തക്കവണ്ണം ദാസത്വത്തിന്റെ ആത്മാവിനെ നാം പ്രാപിച്ചിരിക്കുന്നത് വചനം പറയുന്നു. അപ്പാ പിതാവേ എന്ന് വിളിക്കേണ്ടതിന് സ്വന്തം പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നതോ. दासत्व की आत्मा से भयभीत होने के लिए नहीं, लेकिन परमेश्वर का वचन कहता है कि अब्बा पिता कहने का वो जो परमेश्वर ने अधिकार हमें दिया है। ദൈവജന്മ ദിവസങ്ങളിൽ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ അത്രത്തോളം നാം സ്നേഹിക്കുക, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നതാണ്. इन दिनों परमेश्वर को जितना अधिक हम प्रेम कर सकते हैं, हमें प्रेम करना है। अद्भुतों को करने वाला वो परमेश्वर है। ദൈവത്തിന്റെ വചനപ്രകാരം വചനം പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു ദൈവമകനെ അല്ലെങ്കിൽ ദൈവം നിലനിർത്തി പരിപാലിക്കുന്നുവെന്നാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മെ ഓർപ്പിക്കുന്നത്. ये भाग सारे हमें इस बात को याद दिलाता है कि परमेश्वर के डरवैये या फिर जो उसकी ओर देखते हैं, उनको मानते हैं, परमेश्वर उनको संभाल के रखता है, उन्हें सुरक्षित रखता है। ഇവിടെ മോശയ്ക്കെതിരെ സഹോദരി സഹോദരന്മാരടക്കം ഇസ്രായേൽ മുഴുവനും വെറുപ്പെടുപ്പലും കുറ്റപ്പെടുത്തലുകൾ നടത്തി. और मूसा उस विषय में हम देख सकते हैं कि उसके भाई बहन, उसके रिश्तेदार, यहाँ तक उसके जो प्रजा थी, वो सब कुछ परमेश्वर के विरुद्ध कुड़कुड़ाने लगे। സഹോദരന്മാരുടെ കുറ്റപ്പറച്ചിൽ, അതേ ഇസ്രായേലിന്റെ കുറ്റപ്പറച്ചിൽ മോശയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. भाइयों का दोषारोपण, इसराइल का जो दोषारोपण था, वो मूसा के लिए वो उसको कंधे पे उठाने लायक गया, वो बोझ था। ദൈവത്തിൽ മോശ നിലവിളിക്കുന്നുണ്ട്, ദൈവമേ ഈ ജനത്തെ ഞാൻ പ്രസവിച്ചുവോ, ഇവരെല്ലാം എന്നെ കുറ്റം പറയുന്നു, എന്നെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. और मूसा परमेश्वर के आगे रोता है, चिल्लाता है कि ये सारी प्रजा मेरे खिलाफ और मेरे विरुद्ध हो गई और मुझे अकेला कर दिया है। ഈ സാഹചര്യത്തിന് നടുവിലാണ് ദൈവം മോശയോട് അരുളിച്ചെയ്യുന്നത്, I will give you rest. और इन सब के बीच में प्रभु परमेश्वर उससे कहता है कि मैं तुझे विश्राम दूंगा। കലങ്ങിയ മനസ്സോടെ ഇരിക്കുന്ന മോശ, നീ ഭാരപ്പെടേണ്ട, നിന്റെ ഈ ശുശ്രൂഷ വേളയിൽ നിനക്ക് ഞാൻ സ്വസ്ഥത തരും. इन परिस्थितियों के बीच में है मूसा, तू थकित ना होना, इन सब के बीच में मैं तुझे विश्राम दूंगा। ഒരു വാക്യം നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 22 വേഴ്സ് 4. यहोशू 22 उसका 4था वचन। ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്കും യഹോവയുടെ ദാസനായ മോശ യോർദാൻ അക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശത്തിലേക്കും മടങ്ങിപ്പോയിക്കൊള്ളുകയും. और अब तुम्हारे परमेश्वर यहोवा ने तुम्हारे भाइयों को अपने वचन के अनुसार विश्राम दिया है, इसलिए अब तुम लौटकर अपने अपने डेरों को और अपने निज भूमि में, जिसे यहोवा के दास मूसा ने यरदान पार तुम्हें दिया है, चले जाओ। ദൈവം മോശയോട് അരുളിച്ചെയ്തതുപോലെ മോശയ്ക്ക് മാത്രമല്ല, വചനം പ്രമാണിക്കുന്ന വചനപ്രകാരം ജീവിക്കുന്ന ദൈവജനത്തിന് സ്വസ്ഥത കൊടുക്കും. और वचन जिस प्रकार हमें सिखाता है, सिर्फ यहोशू को नहीं, लेकिन परमेश्वर के भय मानने वाले हर एक व्यक्तियों को परमेश्वर विश्राम देगा। ഓർപ്പിച്ചതുപോലെ ദൈവജനമേ, ദൈവം നമുക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ നാം ദൈവവചന പ്രകാരം പ്രമാണിക്കുന്നവർ ജീവിക്കുന്നവരാണെങ്കിൽ അവൻ നമുക്ക് സ്വസ്ഥത തന്ന് വാഗ്ദത്തം ചെയ്ത ദേശത്ത് നമ്മെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. जिस परमेश्वर ने हमें ये वायदा दिया है, यदि हम उसके उस वचन के अनुसार यदि हम जीते हैं, तो परमेश्वर निश्चित रूप से अपने उस देश में जो उसने वायदा किया वहां ले जाएगा। അതുകൊണ്ട് ദിവസങ്ങളില്
നാം എത്രത്തോളം ദൈവത്തോട് അടുത്ത് വന്നു എന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. और इन दिनों हम जरा याद करके देखें कि हम परमेश्वर के कितने नजदीक हैं। സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതിന് മുമ്പാകെ നമുക്ക് പറയുവാനില്ല. अब समय हमारे पास नहीं है, बोलने का एक मौका या कारण हमारे सामने नहीं है। മാസങ്ങളോളം ആഴ്ചകളോളം ഭവനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ എല്ലാവരും സ്വസ്ഥത തന്ന ദൈവം ഭവനത്തിലേക്ക്. हफ्ते हो गए, महीनों हो गए, परमेश्वर ने सबको अपने घरों के अंदर ही सुरक्षित रखा है। ഇനിയും ബിസിയാണെന്ന് പറഞ്ഞ് ഉഴപ്പിയടിക്കുവാൻ ആളുകളെ ദൈവമാകെ നിന്ന് കള്ളം പറയുവാൻ നമുക്ക് കഴിയത്തില്ല. अभी भी व्यस्त हैं और व्यस्तता के कारणों को या झूठ बोल के परमेश्वर के सामने हम नहीं आ सकते। അതുകൊണ്ട് ദിവസങ്ങളിലോ ഒന്ന് സ്വയം ശോധന ചെയ്ത് നോക്കിക്കേ. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് ഹല്ലേലൂയ കഴിഞ്ഞ മാർച്ച് 21 മുൻപേ എത്രത്തോളം അടുത്തോ ഇപ്പോൾ എത്ര അടുത്തിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കി. एक बार स्वयं की जांच करके देखे, मार्च 21 से पहले और 21 के बाद मैं कितना अधिक परमेश्वर के नजदीक आया हूँ। ദൈവസഭയിലേക്ക് വരാത്തത് കൊണ്ട് സ്വസ്ഥതയുണ്ടെന്ന് പറയുന്ന ചിലരെങ്കിലും നമുക്ക് കണ്ടേക്കാം. और ऐसे भी कई लोगों को हम देख सकते हैं कि परमेश्वर के भवन में नहीं आ रहे इसलिए आराम है। ദൈവസഭ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന സ്ഥലമല്ല, നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ് നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതെന്ന് ഇന്ന് പകൽ നാം മറന്നു പോകരുത്. हमारे विश्राम को या हमारे उस सुख चैन को नष्ट करने वाला परमेश्वर की सभा नहीं, लेकिन हमारे सोच और विचार जो हमारे अंदर आते हैं वो है। വേഗത്തിൽ ഒരു കാര്യം ഇവിടെ ഓർപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതാണ്ട് 5 പോയിന്റുകൾ നമ്മൾ ഓർപ്പിക്കുന്നത് നമ്മുടെ സമയത്തിന്റെ കുറവിനാൽ ഒരു കാര്യം ഓർപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് ഡ്യൂട്ടോണമി ചാപ്റ്റർ 20 വേഴ്സ് 1, ആവർത്തന പുസ്തകം 20-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. जल्दी से समय के अभाव से जल्द से कुछ बातों को बताना चाहूंगा। व्यवस्था विवरण उसका 20 उसका पहला। जब तू अपने शत्रुओं से युद्ध करने को जाए और घोड़े, रथ और अपने से अधिक सेनाओं को देखे, तब उनसे ना डरना। तेरा परमेश्वर यहोवा जो तुझको मिस्र देश से निकाल ले आया है वह तेरे संग है। ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം കരുത്തി കാണുമ്പോൾ പേടിക്കരുത്. മിസ്ര ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. वचन यहाँ पे पहला वचन इस प्रकार हमें सिखाता है, जब तू अपने शत्रुओं से युद्ध करने को जाए और घोड़े, रथ और अपने से अधिक सेना को देखे, तब उनसे ना डरना। तेरा परमेश्वर यहोवा जो तुझे मिस्र देश से निकाल के लाया है वो तेरे संग है। ദൈവജനമേ, നിനക്ക് കാണുവാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമുഖത്തുണ്ട്. എന്നാൽ അതെല്ലാം നീ കാണേണ്ടത് നിന്നോട് കൂടെയുള്ള ദൈവിക സാന്നിധ്യമാണ്. അത് നിനക്ക് ധൈര്യവും ഉറപ്പും തരുന്നതാണ് എന്ന് പകർത്താൻ ഓർപ്പിക്കട്ടെ. इस संसार में चारों ओर देखने के लिए बहुत कुछ है, लेकिन वो हमें नहीं देखना, लेकिन परमेश्वर के उस व्यवस्था को और उसके शरण स्थान को हमें देखना है। ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ വചനങ്ങൾ വെളിപ്പെടുത്തി കിട്ടിയ ദാവീദ് അതുകൊണ്ട് പറഞ്ഞതിന്റെ വശത്ത് 1000 പേരും ഇനി വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എന്നോട് അടുത്ത് വരികയില്ല. और इसी बात को अनुभव करते हुए दाऊद ने कहा था कि मेरे दाहिनी और 1000 और बाईं 10,000 गिरेंगे, लेकिन वो मेरे नजदीक नहीं आएंगे। കുതിരകളും രഥങ്ങളും ഹല്ലേലൂയ, മിസ്രൈമിൽ കുതിരകൾ എന്ന് പറയുന്നത് ലോക പ്രശസ്തി ആർജിച്ചിട്ടുള്ള കുതിരകളാണ്. और देख सकते हैं कि मिस्र के घोड़ों के विषय में कहा गया कि दुनिया के सबसे प्रसिद्ध घोड़ों में से है। എന്നാൽ ആത്മീയമായി നാം ചിന്തിക്കുകയാണെങ്കിൽ കുതിര അഹങ്കാരം, പ്രൗഢിയെ കാണിക്കുന്നതാണ്. और अगर दूसरे उसमें देखा जाए तो जो घोड़े को दिखाया गया है घमंड और फिर उसके कि वो प्राउड സമ്പത്തിനെ കാണിക്കുന്നതാണ്. और उसके धन संपत्ति को दिखाता है। ഇന്ന് ലോകത്തെ ഭയപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ഭരിക്കുന്നതും ഇവ രണ്ടും തന്നെയാണ്. और इन दिनों इस संसार को जो चला रहा है वो यही 2 बातें हैं। എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഇത് കണ്ട് ഭയപ്പെടുവാനുള്ള വ്യക്തിയല്ല ദൈവമൈതൽ. ഹല്ലേലൂയ. ലോകത്തിലെ ഹല്ലേലൂയ സകലത്തിനും അധികാരിയായി നമ്മുടെ കർത്താവുണ്ട്. इन सब से भयभीत होना नहीं है, लेकिन इन सब के ऊपर अधिकार रखने वाला एक परमेश्वर हमारे साथ है। ഞാനത് 3-4 വാക്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾ ഇന്ന് ശത്രുക്കളോട് പടയിരിക്കുവാൻ അടുക്കുന്നു. അധൈര്യപ്പെടരുത്, പേടിക്കരുത്, നടുങ്ങിപ്പോകരുത്, അവരെ കണ്ട് ഭ്രമിക്കരുത്. നിങ്ങൾ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു, നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് കൂടെ പോരുന്നുവെന്ന് അവരോട് പറയണം. व्यवस्था विवरण 20 उसका 3 और 4 इस प्रकार कहता है, हे इस्राएलियों सुनो, आज तुम अपने शत्रुओं से युद्ध करने को निकट आए हो। तुम्हारा मन कच्चा ना हो, तुम ना डरो और ना थरथराओ और ना उनके सामने भय खाओ, क्योंकि तुम्हारा परमेश्वर यहोवा तुम्हारे शत्रुओं से युद्ध करने के लिए और तुम्हें बचाने के लिए तुम्हारे संग चलता है। നിങ്ങൾ യുദ്ധം കാണുമ്പോൾ നിങ്ങൾ കുതിരകളും രഥങ്ങളുടെയും അസംഖ്യമായ
നമ്പേഴ്സ് കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടുവാൻ സാധ്യതയുണ്ട്. जब आप युद्ध को देखते हैं या फिर उन घोड़े और रथों की उस संख्या को देखते हैं तो आप शायद भयभीत हो सकते हैं। ദൈവജനമേ, കാലാകാലങ്ങളിലായി പലതും നമ്മോട് യുദ്ധത്തിനടുത്ത് വന്നിട്ട് നമുക്കറിയാം. ക്യാൻസർ എന്ന ഭീമാരി, എയ്ഡ്സ് എന്ന ഭീമാരി, അതുപോലെ നിപ്പ വൈറസ്, അല്ലെങ്കിൽ എബോള വൈറസ്, ഇതെല്ലാം വന്നുകൊണ്ടിരുന്നു. ഇവിടെ എല്ലാം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ പരിപാലിച്ചൊരു ദൈവമുണ്ട്. ഇനിയും നാം ദൈവത്തോട് കൂടെ നിൽക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് വളരെ ഓർപ്പിക്കുന്നു. पिछले दिनों हमने अनेक बीमारियों को देखा। कैंसर है, निपा वायरस था और इबोला, ऐसे कई महामारियों से परमेश्वर ने हमें बचा। यदि हम परमेश्वर के संग अभी भी बने रहेंगे इस कोविड से भी परमेश्वर ने മാനുഷികമായ बचाएगा। തെറ്റുകളും കുറ്റങ്ങളും ഉള്ളവരാണ് നാം. പക്ഷേ ദൈവം നമ്മോട് ക്ഷമിക്കാതിരിക്കില്ല. അത് തന്നെ ആവർത്തിക്കാതിരിക്കുക. ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ ജീവിക്കുക. मानवीय रूप से हमसे गलतियां होती है, लेकिन परमेश्वर उसे माफ करता है, उसे आगे उस गलती को ना दोहराए। परमेश्वर हमारी सहायता करेगा। ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ നമ്മെ ഉപേക്ഷിക്കുന്ന നിലയിലുള്ള പാപമൊന്നും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ നാം അനുവദിക്കരുത്. परमेश्वर हमारी उन गलतियों को माफ ना करे, ऐसी बातें हमारे जीवन में ना आए। ഹല്ലേലൂയ. ഒരു വാക്യം കൂടി ഞാൻ വായിക്കുന്നു. ദിനവൃത്താന്ത പുസ്തകം 32-ാം അധ്യായത്തിന്റെ 7 വാക്യങ്ങൾ. ബുക്ക് ഓഫ് സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ 32 വേഴ്സ് 7 and 8. दूसरा इतिहास 32वां अध्याय 7 और 8। ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും. അശ്ശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷന്മാരെയും ഭയപ്പെടരുതോ, നിങ്ങൾ ഭ്രമിക്കരുതോ. അവനോട് കൂടെ ഉള്ളെങ്കിലും വലിയ ഒരുവൻ നമ്മോട് കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അശ്ശൂർ സൈന്യത്തെ കണ്ട് ഭയപ്പെടുവാൻ നീ താല്പര്യപ്പെടരുതോ. അവനോട് കൂടെ ഉള്ളതിനേക്കാൾ വലിയ ഒരുവനുണ്ട്. അവൻ നമ്മുടെ കർത്താവ്, അവൻ നമ്മോട് കൂടെ ഉണ്ട്. और ये वचन इस प्रकार हमें सिखाता है, अशूरों से नहीं डरना है, ना ही राजाओं से डरना है, लेकिन हमें हियाव और दृढ़ बने रहना है उन सारी भीड़ों के बीच में, क्योंकि परमेश्वर हमारे साथ है। അവൻ കൂടെ വരുന്നത് എന്നെ നിങ്ങളെ സഹായിക്കുവാനാണ്. वो हमारे संग इसलिए आता है कि मेरी और आपकी सहायता कर सके। എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മെക്കാൾ വലിയ ഒരു സൈന്യത്തോട് പടപെടുവാനാണ്, യുദ്ധം ചെയ്യുവാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. और जो शत्रुओं की सेनाओं से बढ़कर, उससे 2 गुना बढ़कर सेनाओं को रखने वाला हमारा परमेश्वर हमारे साथ है। വലിയ ലോക സൈന്യം ദൈവജനത്തിനെതിരെ, ക്രിസ്തുവിനെതിരെ ഒരുക്കിക്കൊണ്ട് സാത്താൻ വരുമ്പോൾ വായിലെ ശ്വാസത്താൽ ഉമിഞ്ഞു കളയുന്ന ഒരു കർത്താവിന്റെ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് തരുന്നുവെങ്കിൽ ആ കർത്താവ് തന്നെയാണ് ഇന്ന് പകൽ എന്നോട് നിങ്ങളുടെ കൂടെ ഉള്ളത്. शैतान जब अपनी सारी सेनाओं को लेके, समस्त सेनाओं के साथ परमेश्वर के लोगों को नाश करने जब आता है, हमारे संग एक परमेश्वर है जो सिर्फ श्वास मात्र से उनको नष्ट करने वाला। इस वचन में जैसे हम देख सकते हैं, वो हमारे संग है। അനേക കാര്യങ്ങൾ ഇനി ഓർപ്പിക്കുവാനുണ്ട്. സമയത്തിന്റെ കുറവിനാൽ ഞാൻ ഇത് വാക്കുകൾ നിർത്തുകയാണ്. और भी बातें आपको बताना है, लेकिन समय के अभाव से यहीं पे मैं रोकूंगा। നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളതിനേക്കാൾ വലിയവനാണ്. जो हमारे साथ है, वो जो उनके साथ है उससे बढ़कर है। ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. जगत के अंत तक वो हमारे संग और साथ है। ഇന്ന് പകൽ നാം ഒന്ന് ചോദിക്കുക നമ്മോട്, വാസ്തവമായി ഞാൻ അവനോട് കൂടെ ഉണ്ടോ? और आपने आपसे इस बात को पूछें कि क्या सचमुच में मैं उसके साथ हूँ। നിന്നോട് കൂടെ ഇരിക്കുവാൻ, നിനക്കൊരു സ്വസ്ഥത തരുവാൻ, ഹല്ലേലൂയ, നിനക്ക് ധൈര്യം തരുവാൻ കർത്താവ് ഇന്ന് പകൽ നമ്മോട് കൂടെ വരുവാൻ ആഗ്രഹിക്കുന്നു. आपको विश्राम देने के लिए, आपको धैर्य और दृढ़ता देने के लिए परमेश्वर आज आपके साथ और मेरे साथ है। നീ തകർന്നു പോകുവാൻ ആഗ്രഹിക്കാത്ത ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. आप कभी नाश ना हो जाओ, अगर ऐसी कोई इच्छा रखता है तो वो सिर्फ और सिर्फ हमारा परमेश्वर ആ है। കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാം. ദൈവം ഈ വചനങ്ങൾ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. और उस परमेश्वर को अपने जीवन को समर्पित करे। प्रभु हमें आशीष दे। आइए हमारे सुनो कुछ खाए प्रार्थना।